Okay, next problem. ഏത് പറയുന്ന സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ഏത് നമ്മൾ ഒരു പ്ലെയിനിലുള്ള ഏത് ട്രയാങ്കിൾ വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾസ് നമുക്ക് ഇങ്ങനെ എല്ലാം ഇവിടെ വരയ്ക്കും അല്ലെ. ആവശ്യമുള്ള ട്രയാങ്കിൾസ് നമുക്ക് ഇപ്പൊ ഇതന്നെ പ്ലെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ വരയ്ക്കാലോ. ഈ ട്രയാങ്കിൾസുകളില് നമുക്ക് പറഞ്ഞിരിക്കുന്ന റിലേഷൻ പറഞ്ഞിരിക്കുന്നതാണ്, രണ്ട് ട്രയാങ്കിളുകൾ റിലേറ്റഡ് ആവണമെങ്കിൽ ആ ട്രയാങ്കിളുകൾ സിമിലർ ആയിരിക്കും. ഇത് T1 എന്ന് പറയുന്നത് T2 ആയിട്ട് റിലേറ്റഡ് ആവണമെങ്കിൽ T1 സിമിലർ ടു T2 ആവണം. ഓക്കെ, T1 സിമിലർ ടു T2 ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ ഈ T1 ഉം T2 ഉം തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ T1 ഉം T2 ഉം തമ്മിൽ റിലേഷൻ വരണമെങ്കിൽ T1 സിമിലർ ടു T2 ആയിരിക്കണം. T1 സിമിലർ ടു T2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാണുന്ന റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇക്വലൻസ് റിലേഷൻ നമുക്കറിയാം, റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. Before checking whether the relation is reflexive, symmetric, transitive, first we have to get a concept of similar triangle. നമുക്ക് സിമിലർ ട്രയാങ്കിൾസിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടണം. എന്താണ് സിമിലർ ട്രയാങ്കിൾസ്? എന്താണ് സിമിലർ ട്രയാങ്കിൾസ്? സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് ട്രയാങ്കിൾസുകൾ എന്ന് പറയുന്നത് സെയിം ഷേപ്പ് ആയിരിക്കും, ബട്ട് നോട്ട് ഇൻ സെയിം സൈസ്. ബട്ട് സൈസ് ഷുഡ് ബി പ്രൊപ്പോർഷൻ. അതായത് രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത് സെയിം ഷേപ്പ് ആവണം. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഷേപ്പ് നമുക്കറിയാം. ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ ഷേപ്പ് തന്നെയാണ്, ട്രയാങ്കുലർ ഷേപ്പ് തന്നെയാണ്. പക്ഷേ ആ ട്രയാങ്കിൾ ഷേപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആവും. പക്ഷെ ഇവിടെ എത്രയാണ്? ഇപ്പൊ ഇവിടെ 1 യൂണിറ്റ് ആണെന്നെങ്കിൽ ഇതൊരു 3 യൂണിറ്റ്, ഇവിടെ 2 യൂണിറ്റ് ആണെങ്കിൽ ഇത് 6 യൂണിറ്റ്, ഇത് 3 യൂണിറ്റ് ആണെങ്കിൽ ഇത് 9 യൂണിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ട്രയാങ്കിളിന്റെ സൈഡും ഈ ട്രയാങ്കിളിന്റെ സൈഡും തമ്മിൽ പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അങ്ങനെ പ്രൊപ്പോർഷണൽ ആയിട്ട് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസുകൾ മാത്രമേ എന്തായിട്ട് മാറത്തുള്ളൂ? സിമിലർ ട്രയാങ്കിൾസ് ആയിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവാൻ വേറൊരു കണ്ടീഷൻ ഉണ്ട്. അവയുടെ ഏതെങ്കിലും രണ്ട് ആംഗിൾസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയാൽ മതി. ഇവിടുത്തെ ഈ ആംഗിളും ഈ ആംഗിളും ഇവിടുത്തെ ഈ ആംഗിളിനും ഈ ആംഗിളിനും ഈക്വൽ ആയാൽ മതി. ഏതെങ്കിലും രണ്ട് ആംഗിൾസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ട്രയാങ്കിൾസുകൾ സിമിലർ ആണെന്ന് പറയാം. ഇതാണ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസിന്റെ കണ്ടീഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിമിലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് റിലേഷൻ R is reflexive, symmetric and transitive. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കുന്നു. ആ ട്രയാങ്കിൾ അതിനോട് തന്നെ സിമിലർ ആണോ? യെസ്, ഇറ്റ് ഈസ് സിമിലർ. ബിക്കോസ് ഇപ്പൊ ഞാൻ ഇവിടെ നേരത്തെ കാണിച്ച കണക്ക് 1, 2, 3 എന്ന് പറയുന്ന സൈസ് ഉള്ള അല്ലെങ്കിൽ സൈഡ് ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അത് അതിനോട് തന്നെ സിമിലർ ആയിരിക്കും. കാരണം അതിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് മറ്റൊരു ട്രയാങ്കിൾ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ട്രയാങ്കിൾ സിമിലർ ആണ്. ദാറ്റ് മീൻസ് എവരി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ഇറ്റ് സെൽഫ്. എല്ലാ ട്രയാങ്കിൾസും അതിനോട് തന്നെ സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം എവരി ട്രയാങ്കിൾ, ആദ്യത്തെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എവരി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു, എവരി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ഇറ്റ്സെൽഫ്. അതിനോട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സിമിലർ ടു ഇറ്റ്സെൽഫ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് T1, T1 എലമെന്റ് ഓഫ് ക്യാപിറ്റൽ R ഫോർ ഓൾ T1 element of capital A, where capital A is the set of all triangles in a plane. Therefore, R is reflexive. ഇനി R സിമെട്രിക് ആണോ? സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം റിലേഷൻ വരണം. T1 ന് T2 ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ T2 ന് T1 ആയിട്ട് ബന്ധം വരണം. അപ്പൊ നമുക്ക് എഴുതാം T1, T2 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുക. സോ ലെറ്റ് we have to put let ആണെന്നിരിക്കട്ടെ. Let T1, T2 element of capital R. That means that implies T1 is similar to T2. T1 is similar to T2. Okay, which implies T1 T2 ന് സിമിലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം T2 T1 ന് സിമിലർ ആയിരിക്കും അല്ലേ. അപ്പൊ T2 is similar to T1, which implies T2, T1 element of capital R.
സോ നമ്മൾ T1 T2 എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എടുത്തു. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? T2 T1 എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? R is symmetric. R is symmetric. Okay. And finally we need to prove that R is transitive. Transitive ആണെന്ന് പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യം വെർബലായിട്ട് നമുക്ക് നോക്കാം. T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. T1 എന്ന് പറയുന്ന ട്രയാങ്കിളിന് T2 ആയിട്ട് സിമിലർ ആണ്. ഈ T2 എന്ന് പറയുന്നത് സിമിലർ ടു T3 ആണ്. ഇത് സിമിലാരിറ്റിയുടെ സിമ്പിൾ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. T1 സിമിലർ ടു T2 ആണെങ്കിൽ T2 സിമിലർ ടു T3 ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ T1 T3 ആയിരിക്കും സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. സോ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം, ഇവിടെ നമ്മൾ അതേ കണക്ക് കാണിക്കണം. നമ്മൾ പറയും T1, let അവിടെ നമ്മൾ എടുക്കേണ്ടത് നെറ്റാണ് എടുക്കേണ്ടത്. T1, T2 എലമെന്റ് ഓഫ് ക്യാപിറ്റൽ R and T2, T3 element of capital R, which implies T1 ന് T2 ആയിട്ട് റിലേഷൻ ഉണ്ട്, T2 ന് T3 ആയിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം T1 ന് T3 ആയിട്ട് റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ അത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ എഴുതണം T1 is similar to T2 and T2 is similar to T3. ഇത് എന്തിന്റെ സിമ്പിൾ ആണ്? സിമിലറിന്റെ സിമ്പിൾ ആണ്. ഓക്കെ, which implies നമുക്ക് ഉടനെ പറയാം T1 is similar to T3. T1 T3 ക്ക് സിമിലർ ആണ്. Which implies അതിന്റെ മീനിങ് എന്താണ്? T1, T3 element of capital R. T1 and T3 എവിടെയായി? R എന്ന് പറയുന്ന റിലേഷനകത്തായി. That means T1 T2, T2 T3 related ആണെന്നുണ്ടെങ്കിൽ T1 related to T3. That is R is എന്താണ്? Transitive. R എന്ന് പറയുന്നത് എന്താണ്? Transitive ആണ്. So we got it is reflexive, then symmetric, then transitive. That means this relation capital R satisfies all these three relations, these three type of relations. Hence we can say that this R is an equivalence relation. R എന്ന് പറയുന്നത് എന്താണ്? ഒരു equivalence relation ആണ് നമുക്ക് പറയാം. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലം കണക്ക് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം കണക്ക് ഉള്ള ഒരു പ്രോബ്ലമാണ്. സെറ്റ് ഓഫ് അവിടെ സി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ട്രയാങ്കിൾസിന്റെ പ്ലെയിൻ തന്നെയാണ്. റിലേഷൻ മാത്രം മാറ്റം സംഭവിച്ചിരിക്കുന്നു. T1 എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് ടു T2. അപ്പൊ എന്താണ് കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോൺഗ്രുവന്റ് ഓഫ് എ ട്രയാങ്കിൾ? ഞാൻ നേരത്തെ പറഞ്ഞ സിമിലർ ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ സിമിലാരിറ്റിയും കോൺഗ്രുവൻസിയും ഇവ തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം അവർ ആ ബന്ധത്തിന് നമുക്ക് ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാം. ആ ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചിരുന്നാൽ മാത്രം ഇത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ ഡിഫറൻസ് പറയാം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മള് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കും. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്, നമ്മൾ അതിനെ എൻലാർജ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ടാവും. ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഈ എൻലാർജ്ഡ് ഫോട്ടോ എന്ന് പറയുന്നത് രണ്ടും സിമിലർ ആയിരിക്കും. കാരണം അതിനകത്തുള്ള ആളെന്ന് പറയുന്നത് രണ്ടിടത്തും ഒരേ ആൾക്കാർ തന്നെയാണ്. അതായത് ഒരേ രൂപം തന്നെയാണുള്ളത്. അതായത് ഷേപ്പ് എന്ന് പറയുന്നത് രണ്ടിടത്തും സെയിം തന്നെയാണ്. നമ്മൾ ഇത്തിരി കൂടി എന്താക്കി വലുതാക്കി അവരെന്ത് ചെയ്തിരിക്കുന്നു? എൻലാർജ്ഡ് ഫോട്ടോ ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും രൂപം എന്ന് പറയുന്നത് രണ്ടിടത്തും സെയിം ആണ്. അതായത് ഷേപ്പ് എന്ന് പറയുന്നത് രണ്ടിടത്തും സെയിം ആണ്. പക്ഷെ സൈസ് എന്താണ്? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിമിലർ ട്രയാങ്കിൾസ്, സിമിലർ ഫിഗേഴ്സ് എന്ന് പറയും. അവിടെ ഞാൻ ട്രയാങ്കിൾ പറഞ്ഞു, ഇവിടെ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയും. ഇനി ഇതേ സാധനം തന്നെ കോൺഗ്രുവന്റ് ആവും. എപ്പോഴാണെന്ന് ഈ പാസ്പോർട്ട് സൈസിന്റെ ഫോട്ടോയ്ക്ക് അടുത്ത് തന്നെ നമ്മളെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയെ നമുക്ക് പറയാം കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. അതായത് രണ്ടിലും ഇരിക്കുന്ന ആൾ ഒരാൾ തന്നെയാണ്. അതായത് അതിന് രണ്ടിന്റെയും ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെയിം തന്നെയാണ്. കൂടാതെ അതിന്റെ സൈസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പം ഷേപ്പും സൈസും സെയിം ആവുകയാണെങ്കിൽ അത് കോൺഗ്രുവന്റ്. ഷേപ്പ് സെയിം ബട്ട് സൈസ് പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ അത് സിമിലർ. That's the difference between similar figures and congruent figures. Okay, ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എന്താണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഷോ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന് ഷോ ചെയ്യണം. സോ ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഷോ ചെയ്യണം? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ഷോ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സെറ്റ് ഓഫ് ട്രയാങ്കിൾസിനെ പ്ലെയിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ വേണ്ടത് റിഫ്ലെക്സീവ് റിലേഷൻ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ നോക്കാം, ഒരു ട്രയാങ്കിള് എന്ന് പറയുന്നത് എപ്പോഴും അതിനോട് തന്നെ എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. എല്ലാ ട്രയാങ്കിൾസും അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കും. കാരണം സെയിം സൈസും സെയിം ഷേപ്പും അല്ലേ. സോ നമുക്ക് എഴുതാം എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവന്റ് ടു, എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവന്റ് ടു ഇറ്റ്സെൽഫ്, കോൺഗ്രുവന്റ് ടു ഇറ്റ്സെൽഫ്. നമ്മൾ നേരത്തെ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് സിമിലർ ട്രയാങ്കിൾ നമ്മൾ എഴുതിയത്.
therefore നമുക്ക് പറയാം therefore അല്ലെങ്കിൽ that is നമുക്ക് പറയാം T1, T1 element of capital R for all T1 element of capital A. Okay. Therefore നമുക്ക് പറയാം R is reflexive. R എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലെക്സീവ് ആണ്. What about its symmetric relation? ഇതിന്റെ സിമെട്രിക് റിലേഷൻ എന്താണ് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് T1 എന്ന് പറയുന്നത് T2 ആയിട്ട് കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുക. ദാറ്റ് ഈസ് T1 T2 element of capital R ആണെന്നിരിക്കട്ടെ, നമ്മൾ അങ്ങനെ എടുക്കുകയാണ്. which implies ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം T1 is congruent to, ഇതാണ് കോൺഗ്രുവന്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് സിമിലറും പിന്നെന്താണ് ഒരു ഇക്വലും കൂടി കൂടുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറി? കോൺഗ്രുവന്റ് ആയിട്ട് മാറി. സോ T1 is congruent to T2. ഈ സിമ്പിൾ അറിഞ്ഞൂടാത്തവര് T1 is congruent to T2 എന്ന് ആ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്താൽ മാത്രം മതി. സോ T1 is congruent to T2, which implies നമുക്ക് തിരിച്ചും പറഞ്ഞൂടെ T2 is congruent to T1. T2 എന്ന് പറയുന്നത് ആർക്ക് കോൺഗ്രുവന്റ് ആണ്? T1 ന് കോൺഗ്രുവന്റ് ആണ്. which implies T2, T1 element of capital R. കാരണം രണ്ടും സെയിം സൈസും സെയിം ഷേപ്പും ആണെങ്കിൽ T1 T2 ന് കോൺഗ്രുവന്റ് ആണെങ്കിൽ തിരിച്ചും T2 T1 ന് കോൺഗ്രുവന്റ് ആയിരിക്കും. സെയിം സൈസും സെയിം ഷേപ്പും ആയിട്ട് മാറി കഴിഞ്ഞു. സോ നമുക്ക് പറയാം T2, T1 element of capital R. therefore R is എന്താണ്? സിമെട്രിക്. R എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സിമെട്രിക് ആയിട്ട് മാറും. സിമെട്രിക് റിലേഷൻ ആയിട്ട് മാറും. And finally we need to check the transitivity of this relation. അവിടെ നമ്മൾ നേരത്തെ ചെയ്തിറക്കി നമ്മൾ എടുക്കുന്ന ലെറ്റ് T1, T2 element of capital R, T2, T3 element of capital R, which implies അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാനാ പറ? T1 is congruent to T2 and T2 is congruent to T3. T1 T2 ന് കോൺഗ്രുവന്റ് ആണ്. T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ T2 എന്ന് പറയുന്ന ട്രയാങ്കിളിന് കോൺഗ്രുവന്റ് ആണ്. T2 എന്ന് പറയുന്ന ട്രയാങ്കിൾ T3 എന്ന് പറയുന്ന ട്രയാങ്കിളിന് കോൺഗ്രുവന്റ് ആണ്. Then we can say that clearly T1 is congruent to T3. So which implies we can write T1 is congruent to T3, which implies T1, T3 element of capital R. Okay. So നമുക്ക് T1 T2 element of capital R, T2 T3 element of capital R gives T1 T3 element of capital R. Therefore we can write R is transitive. R എന്തായിട്ട് മാറി? ട്രാൻസിറ്റീവ് ആയിട്ട് മാറി. So R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ we can say that this relation capital R is also an equivalence relation. അപ്പൊ നമ്മൾ ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ട്രയാങ്കിൾസിന്റെ പ്ലെയിൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ട്രയാങ്കിൾസുകൾ തമ്മിലുള്ള കോൺഗ്രുവന്റ് എന്ന് പറയുന്ന റിലേഷനും സിമിലർ എന്ന് പറയുന്ന റിലേഷനും എന്താണ്? ദേ ആർ ഈക്വലൻസ് റിലേഷൻസ്. അത് രണ്ടും എന്തായിരിക്കും? ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. ഓക്കെ. ഇതേ മോഡലുള്ള ഒരു പ്രോബ്ലം കൂടി നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ട്രാൻസിറ്റിവിറ്റി പറഞ്ഞ സമയത്ത് ഞാൻ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഇവിടെ ഈക്വലൻസ് റിലേഷൻ എന്ന കൺസെപ്റ്റിനകത്ത് കൊണ്ടുവരണം. ഓക്കെ. അതിന്റെ ഇതേ മോഡലുള്ള രണ്ട് പ്രോബ്ലംസ് കൂടെ, അത് രണ്ട് പ്രോബ്ലംസ് ആകുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏത് പറയുന്നത് സെറ്റ് ഓഫ് ലൈൻസിന്റെ പ്ലെയിൻ ആണ്. ഒരു പ്ലെയിനുള്ള ലൈൻസ്, ഏത് ലൈൻ നമുക്ക് ആവശ്യം പോലെ ലൈൻസുകൾ വരയ്ക്കാം. നേരത്തെ ട്രയാങ്കിൾ വരച്ചാൽ ഈ കാണുന്ന പ്ലെയിനിൽ എനിക്ക് ആവശ്യം പോലെ ലൈൻസുകൾ വരയ്ക്കാം. പക്ഷെ ആ രണ്ട് ലൈനുകൾ തമ്മിൽ കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റഡ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. L1 എന്ന് പറയുന്നത് L2 പാരലൽ ആവണം. ഫസ്റ്റ് റിലേഷൻ ഞാൻ ഇതാ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത് L1 L2 തമ്മിൽ റിലേഷൻ വരണമെങ്കിൽ L1 പെർപെൻഡിക്കുലർ ടു L2 ആവും. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന റിലേഷൻസ് ഈക്വലൻസ് റിലേഷൻ ആണോ? ഈ രണ്ട് റിലേഷൻസും ഈക്വലൻസ് റിലേഷൻ ആണോ അല്ലേ? സോ നമുക്കറിയാം ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ലൈൻസിന്റെ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ്. നമുക്ക് ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുന്നതാണ് ഇതിന്റെ റിഫ്ലെക്സിവിറ്റി പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് ഒരു ലൈന് ആ ലൈനിനോട് തന്നെ റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. ഏത് റിലേഷൻ? പാരലൽ എന്ന് പറയുന്ന റിലേഷൻ അല്ലെ. ഒരു ലൈന് ആ ലൈനോട് പാരലൽ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. Every line is parallel to itself because every line is collinear to itself. Collinear means same condition, parallel. So we can say that every line is parallel to itself. So every line is parallel to itself. Okay.
That means that is നമുക്ക് റൈറ്റ് ചെയ്യാം. നമുക്ക് എഴുതാം L1 comma L1 element of capital R for all L1 element of capital A. അതായത് ആ ലൈനിലുള്ള എല്ലാ L1കൾക്കും L1 എന്ന് പറയുന്ന ലൈനിൽ ഒരു ആർബിട്രറി ലൈനായിട്ട് എടുക്കുന്നു. എല്ലാ ലൈനും അതിനോട് തന്നെ എന്താണ് പാരലൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം L1 comma L1 element of capital R for all L1 element of capital A. That is നമുക്ക് എഴുതാം R is reflexive. R എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? റിഫ്ലെക്സീവ് ആയിട്ട്. ഇനി സിമെട്രിക് ആണെന്ന് നോക്കണം. ഞാൻ പറയുന്നത് അവിടെ നമ്മൾ എടുക്കേണ്ടതാണ് ലെറ്റ് L1 comma L2 element of capital R. താങ്കളുടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റിവിറ്റിന്റെ കേസിനകത്ത് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ്. പക്ഷെ അതിന് ഒരു പ്രോബ്ലം ആക്കി എഴുതണമെന്നേ ഉള്ളൂ. സോ L1 comma L2 element of capital R which implies നമുക്ക് എന്ത് പറയാം? L1 is parallel to L2. L1 എന്ന് പറയുന്ന ആർക്ക് പാരലൽ ആയിരിക്കും? ഇത് L1 എന്ന് പറയുന്ന ലൈൻ, ഇത് L2 എന്ന് പറയുന്ന ലൈൻ ആണെന്നുണ്ടെങ്കിൽ L1 is parallel to L2. തിരിച്ച് നമുക്ക് പറഞ്ഞൂടെ L2 is parallel to L1. So which implies we can write L2 is parallel to L1. Which implies we can write L2 comma L1 element of capital R. That is L1 L2 element of capital R ആണെങ്കിൽ which gives L2 comma L1 element of capital R. Therefore നമുക്ക് പറയാം R is symmetric. R എന്ന് പറയുന്നത് എന്താണ്? Symmetric. And finally we need to check the transitivity. So let start here. എന്താണ്? L1 comma L2 element of capital R and L2 comma L3 third line element of capital R which implies okay andre ഇവിടെ L1 ഉണ്ട് L2 ഉണ്ട് ഞാൻ ഇവിടെ L3 എന്ന് പറയുന്ന മൂന്നാമത്തെ ലൈൻ കൂടി എടുക്കുന്നു. L1 L2 ന് പാരലൽ ആണ്, L2 എന്ന് പറയുന്ന L3 ക്ക് പാരലൽ ആണ്. ഞാൻ ദാ L2 നെ മാറ്റുകയാണെങ്കിൽ എന്തായിട്ട് മാറും? L1 is parallel to L3. വളരെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം which implies L1 is parallel to L2 and L2 is parallel to L3 which implies L1 is parallel to L3 which implies L1 comma L3 element of capital R. Okay, therefore we can say that R is transitive. Okay, hence we get R is the relation parallel lines. Okay, or parallel between two lines. ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്. That means this satisfies the three relations. So we can say that this relation or parallel lines എന്ന് പറയുന്ന റിലേഷൻ അല്ലെങ്കിൽ parallel എന്ന് പറയുന്ന റിലേഷൻ between two lines അതെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? It is an equivalence relation. അതെന്ന് പറയുന്നത് ഒരു equivalence relation ആയിരിക്കും. Okay. Now let's take what about the perpendicularity of two lines. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ whether they are equivalence relation or not. അല്ലെങ്കിൽ whether we have to check what about its reflexivity, symmetric and transitivity. Okay, so reflexive ആണോ നമുക്ക് നോക്കാം. ഏതെങ്കിലും ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആവും. ഒരു ലൈൻ അതിനോട് പാരലൽ ആവും, ബട്ട് ഒരു ലൈൻ ഒരിക്കലും എന്ത് ചെയ്തില്ല, അതിനോട് പെർപെൻഡിക്കുലർ ആവത്തില്ല. സോ നമുക്ക് ആദ്യ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എഴുതാം no line is perpendicular to itself. ഒരു ലൈനും പെർപെൻഡിക്കുലർ അല്ല അതിനോട് തന്നെ. Therefore we can write R is not reflexive. അവിടെ വെച്ച് നമുക്ക് പറയാം ഇത് എന്തല്ല, റിഫ്ലെക്സീവ് അല്ല. Okay, now next symmetric. Symmetric ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. Symmetric ആണ് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന L1 comma L2 element of capital R എടുക്കും. L1 L2 element of capital R which implies L1 is perpendicular to L2. ഞാൻ എന്താ ഇവിടെ ലൈൻ L1 എഴുതുന്നു, ഇവിടെ ലൈൻ L2 എഴുതുന്നു. We can see L1 is perpendicular to L2. തിരിച്ച് നമ്മൾ നോക്കിയാൽ L2 is perpendicular to L1 അല്ലേ. So we can write which implies L2 is perpendicular to L1 which implies we can write L2 comma L1 element of capital R. അപ്പോൾ ഇവിടെ നമുക്ക് L1 L2 element of capital R നമുക്ക് എന്ത് കിട്ടി? L2 L1 element of capital R ആയിട്ട് മാറി. Therefore നമുക്ക് എന്ത് എഴുതാം? R is symmetric. അവിടെ symmetric ആണ്. Okay, and finally we need to check whether it is transitive. ഇത് transitive ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ ഉടനെ എടുക്കുന്നു എന്തെടുക്കുന്നു? L1 comma L2 L2 element of capital R and L2 L3 element of capital R. നോക്കുക
L1 എന്ന് പറയുന്നത് L2 പെർപെൻഡിക്കുലർ. ഓക്കെ, ഈ L2 എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ L3 എന്ന് പറയുന്ന ലൈൻ. ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ഈ L3 എന്ന് പറയുന്ന ലൈനും ഈ L1 എന്ന് പറയുന്ന ലൈനും തമ്മിൽ എന്തായിട്ട് മാറി? They becomes parallel. അതെന്തായിട്ട് മാറി? പാരലൽ ലൈൻസ് ആയിട്ട് മാറി. Therefore we can write ഇത് ട്രാൻസിറ്റീവ് അല്ല. കാരണം L1 L2 പെർപെൻഡിക്കുലർ ആണ്, L2 L3 പെർപെൻഡിക്കുലർ ആണ്. But L1 is parallel to L3. So we can say that L1 is not related to L3, the third line. Okay, first line is not related with the third line. Therefore we can write L1 is perpendicular to L2 and L2 is perpendicular to L3, which implies L1 is parallel to L3. L1 എന്ന് പറയുന്നത് ആർക്ക് പാരലൽ ആയിട്ട് മാറി? L3 പാരലൽ ആയിട്ട് മാറി. That means which implies L1, L3 is not an element of the relation capital R. Okay, therefore R is not transitive. R എന്തല്ല? ട്രാൻസിറ്റീവ്. അപ്പൊ എക്സാമിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ റിലേഷൻ തന്നിട്ട് ചോദിക്കും, ചെക്ക് വെദർ ദ ഗിവൺ റിലേഷൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലൊന്നും പോവേണ്ട കാര്യമില്ല. ഈ ആദ്യത്തെ കേസിൽ തന്നെ റിഫ്ലെക്സീവ് അല്ലെന്ന് കണ്ടില്ലേ? അവിടെ വെച്ച് നമുക്ക് പറയാൻ നോക്കും ഇറ്റ് ഈസ് നോട്ട് ആൻ ഇക്വലൻസ് റിലേഷൻ. ഫുൾ മാർക്കിംഗ് കിട്ടും. അല്ല, ഇക്വലൻസ് റിലേഷൻ അല്ല ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നത്. ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നത് വെദർ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ റിലേഷൻസ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാലാണ് ചോദിക്കുന്നതെങ്കിൽ we have to write all these three relations, or we have to check all these three relations. Okay, and write this way. നമ്മൾ ഈ രീതിയിൽ നമ്മൾ എഴുതി കൊടുക്കും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കുന്നത് is show that this relation is an equivalence relation. ആ മോഡൽ തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ കണക്ക് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. hence it is an equivalence relation എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള റിലേഷൻസിന്റെ പ്രോബ്ലംസ് ഉൾപ്പെടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് കൂടിയായത് നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് ചെയ്യാൻ നോക്കുന്ന കുറച്ച് പ്രോബ്ലംസുകളുണ്ട്. ആ എക്സസൈസിനകത്ത് ഞാൻ ചെയ്യാത്ത കുറച്ച് പ്രോബ്ലംസുകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ആ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തിട്ട് കിട്ടാത്ത പ്രോബ്ലംസ് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, അത് പറഞ്ഞു തരും. അതിനകത്തൊന്നും ഒരു വിഷയമില്ല. ഇനി ഇതിനകത്തുള്ള എക്സാമ്പിൾ വർക്കൗട്ട് എക്സാമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്, അതും ചെക്ക് ചെയ്യുക. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കൗട്ട് എക്സാമ്പിൾ ആണ് ഇത് രണ്ടെണ്ണം അല്ല, ഇത് മാത്രം വർക്കൗട്ട് എക്സാമ്പിൾ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ പ്രോബ്ലംസ് വർക്കൗട്ട് എക്സാമ്പിൾ പ്രോബ്ലംസും പിന്നെ ഫസ്റ്റ് എക്സസൈസിനകത്തുള്ള പ്രോബ്ലംസും ചെയ്യാനുള്ള പ്രോബ്ലംസ് അത് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് റിവർ ബാക്ക്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് സെക്ഷൻ ആണ്, ഫങ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ. ആ ഫംഗ്ഷൻസും അതിന്റെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് പിന്നെ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് പഠിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.